ഞാൻ പറയുകയാണെങ്കിൽ മികച്ച ദന്തവിദ്യാഭ്യാസം ആരംഭിക്കേണ്ടത് ഒരു കുട്ടി ജനിച്ച് ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന ദന്തവിദ്യാഭ്യാസമാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഒരു കൊച്ചുകുട്ടിയുടെ സ്വന്തമായി ബ്രഷ് ചെയ്യാൻ കഴിയാത്ത ഒരു കൊച്ചുകുട്ടിയുടെ ദന്തനിരകളെ എങ്ങനെ പരിപാലിക്കണം, ദന്തനിരകൾ വരുന്നതിന് മുമ്പുള്ള വായിലെ അന്തരീക്ഷം എങ്ങനെ നിലനിർത്തണം തുടങ്ങിയ കാര്യങ്ങൾ ആ കുട്ടിയുടെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു കൗൺസിലിംഗ് ആണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. പല്ല് വരുന്നതിന് മുമ്പ് തന്നെ കുട്ടിയുടെ ഗം പാഡുകൾ വൃത്തിയാക്കുന്നതിന് മാതാവിന് പറഞ്ഞു കൊടുക്കുകയും അത് ശീലിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ ആദ്യമായി പുറത്തു വരുന്ന പല്ലുകൾ തന്നെ ആരോഗ്യത്തോടുകൂടി പുറത്തു വരുന്നതിനും ഏറ്റവും ആദ്യം കുട്ടികളെ ബാധിക്കുന്ന നഴ്സിംഗ് ബോട്ടിൽ ക്യാരീസ്, അതായത് പാലിൽ നിന്നുണ്ടാകുന്ന കുട്ടിക്ക് സ്വയം വൃത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ മുൻവരിയിലെ മുകൾ നിരയിലെ പല്ലുകൾ ചീത്തയാകുന്ന കേട് നമുക്ക് ഒഴിവാക്കാൻ കഴിയുകയും ചെയ്യും. ഡെന്റിസ്ട്രി എന്നത് വെറും ചികിത്സകൾ മാത്രമല്ല, ദന്താരോഗ്യം നിലനിർത്തുന്നതിനുള്ള വിജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതും ഡെന്റിസ്ട്രിയുടെ ലക്ഷ്യങ്ങളിൽപ്പെടുന്നു. കുട്ടി ജനിച്ച് അതിന് സ്വയം ദന്തനിരകൾ അല്ലെങ്കിൽ വാ വൃത്തിയാക്കാനുള്ള കഴിവ് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മാതാവിനെ കൊണ്ട് കുട്ടികളുടെ പല്ല് വൃത്തിയാക്കാനുള്ള കാര്യങ്ങൾ ആ മാതാവിലേക്ക് എത്തിച്ചു കൊടുക്കുക. അന്ന് തുടങ്ങുന്നു ഒരു മികച്ച ദന്താരോഗ്യത്തിലേക്കുള്ള കാൽവെപ്പ്. തുടർന്ന് കുട്ടിക്ക് പല്ലുകൾ മുളയ്ക്കുന്നു. കുട്ടി ഒരു 2, 2.5, 3 വയസ്സ് എത്തി ആദ്യമായിട്ട് പ്ലേ സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങുന്നു. അപ്പോൾ പതുക്കെ കുട്ടിയെ സ്വയമേവ ബ്രഷിംഗ് ശീലിപ്പിക്കാനുള്ള ദൗത്യം നമുക്ക് ആരംഭിക്കാവുന്നതാണ്. ഈ ദൗത്യം വീട്ടിൽ നിന്ന് മാത്രമല്ല, നമ്മളപ്പോൾ ദന്താരോഗ്യ സംരക്ഷണത്തിനെ പറ്റിയുള്ള പഠനം സ്കൂളുകളിലേക്ക് കൂടെ എത്തിക്കുന്നു. ടീച്ചർമാർക്ക് വളരെ ഭംഗിയായി ഈ ദൗത്യം നിറവേറ്റാൻ കഴിയും. തുടർന്ന് കുട്ടിയുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് സ്വന്തം പല്ലുകൾ വൃത്തിയാക്കുന്നതിനും ദന്താരോഗ്യത്തിനെ പറ്റിയുള്ള ബേസിക് പ്രിൻസിപ്പിൾസ് സൂക്ഷിക്കുന്നതിന് ഈ കുട്ടിയെ പ്രാപ്തനാക്കുന്നതും നമ്മുടെ ദന്തവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമത്രേ. മറ്റൊരു കാര്യം എപ്പോഴും നമ്മളോട് ആൾക്കാർ ചോദിക്കാറുള്ള ഒരു കാര്യമുണ്ട്, എത്ര ഇടവേളകളിലാണ് ഒരു ഡെന്റിസ്റ്റിനെ സന്ദർശിക്കേണ്ടതെന്നും ചെക്കപ്പ് നടത്തേണ്ടതെന്നുമാണ്. അപ്പോൾ ഇതിനോടൊപ്പം പറഞ്ഞുകൊള്ളട്ടെ, മികച്ച ദന്താരോഗ്യം പാലിക്കുന്നതിന് ചികിത്സയോടൊപ്പം ഈ ഡെൻ്റൽ ചെക്കപ്പും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നു. അതായത് നമ്മൾ കേട്ടിട്ടില്ലേ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. തടയുന്നതാണ് അത് പരിഹരിക്കുന്നതിനേക്കാൾ വളരെ മെച്ചം. അപ്പോൾ ഒരു ദന്ത പരിശോധന, ദന്തരോഗങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ പോലും ഒരു ഡെന്റിസ്റ്റിനെ സമീപിച്ച് ഒരു പരിശോധന നടത്തുന്നത് എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുന്നത് മുൻകൂട്ടി അറിയുന്നതിനും അതിനെ തുടക്കത്തിലെ തന്നെ തടയുന്നതിനും നമുക്ക് സഹായകമാകും. ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ, നമ്മൾ സാധാരണ കുടുംബ ഡോക്ടർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് ഒരു കുടുംബത്തിന് ഏതാവശ്യം വന്നാലും അല്ലെങ്കിൽ എന്ത് സംശയം ആരോഗ്യത്തെപ്പറ്റി വന്നാലും ചോദിക്കാൻ വളരെ വേണ്ടപ്പെട്ട ഒരാളെ പോലെ ഒരു ഡോക്ടർ. അതുപോലെ ഒരു കുടുംബ ദന്ത ഡോക്ടറെയും എന്തുകൊണ്ട് നമുക്ക് സ്വീകരിച്ചുകൂടാ? ഈ കുടുംബ ദന്ത ഡോക്ടറെ സന്ദർശിക്കുന്നതോടുകൂടി ദന്തരോഗങ്ങൾ വളരെ നേരത്തെ കണ്ടെത്താനും അവയെ തുടക്കത്തിലെ തന്നെ തടയാനും നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനോടുള്ള ഒരു സംഭാഷണത്തിൽ നിന്നും ഈ ദന്തവൈദ്യ രംഗത്തെത്തിയിട്ടുള്ള ആധുനികമായ കാര്യങ്ങളെപ്പറ്റിയൊക്കെ മനസ്സിലാക്കാനും നമുക്ക് കഴിയും. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, പ്രിവെൻറ്റീവ് ആൻഡ് ഇൻ്റർസെപ്റ്റീവ് ട്രീറ്റ്മെൻറ്റുകൾ. അതായത് ഒരു കുട്ടിയുടെ വളർച്ച ആരംഭിക്കുന്ന കാലം മുതൽ തന്നെ നമ്മൾ ഒരു ഡെന്റിസ്റ്റിൻ്റെ നിരീക്ഷണത്തിൽ ഈ കുട്ടി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അതിലൊന്ന് പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റുകളിൽ ഏറ്റവും പ്രധാനം അർഹിക്കുന്നത് ഫ്ലൂറൈഡ് ട്രീറ്റ്മെൻറ്റാണ്. കുട്ടികളല്ലേ, ആഹാരം കഴിക്കുമ്പോൾ എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും മധുര പലഹാരങ്ങൾ കഴിക്കും. അതല്ലെങ്കിൽ അവരുടെ വൃത്തിയാക്കുന്ന രീതികൾ പകൽ സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ അവരെത്താത്തടത്തോളം കാലം അത്ര മികച്ചതായിരിക്കുകയില്ല. ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ അവരുടെ പല്ലുകൾക്ക് കേടാകാനുള്ള ആ ഒരു ടെൻഡൻസി കുറയ്ക്കുന്നതിന്, കേരീസ് വരുന്നതിനെ ഒരു പരിധിവരെ തടയുന്നതിന് ഈ ഫ്ലൂറൈഡ് തെറാപ്പി എന്ന് പറയുമ്പോൾ ഫ്ലൂറൈഡ് ജെല്ലുകൾ, ഫ്ലൂറൈഡിൻ്റെ വാർണിഷുകൾ ഒക്കെ മാർക്കറ്റിൽ ലഭ്യമാണ്. ഇത് പലതും ദന്ത ഡോക്ടറുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ നേരിട്ട് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റുകളാണ്. ഇത് ഒരു നിശ്ചിത പ്രായ ഇടവേളകളിൽ അല്ലെങ്കിൽ സമയ ഇടവേളകളിൽ ചെയ്യുന്നതോടുകൂടി കുട്ടിയുടെ പല്ല് കേടാകാനുള്ള ആ ഒരു ടെൻഡൻസി വളരെയേറെ കുറയും. മറ്റൊന്ന് പിറ്റ് ആൻഡ് ഫിഷർ സീലിംഗ് ആണ്. പലപ്പോഴും നമ്മൾ കുട്ടികളുടെ സ്ഥിരദന്തങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ആ സ്ഥിരദന്തങ്ങളുടെ മുകളിലുള്ള ഗ്രൂവുകൾ, അത് ചെറിയ അടയാളങ്ങൾ, അതായത് കുഴികൾ പോലുള്ള അടയാളങ്ങളാണ്. അത് ചവയ്ക്കുമ്പോൾ ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഗ്രൂവുകളും ഒക്കെ സാധാരണ പല്ലിൻ്റെ മുകളിൽ പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന സംവിധാനമാണ്. പല ആൾക്കാരിലും കുട്ടികളിലും ഈ ഗ്രൂവുകളൊക്കെ വളരെ ആഴമുള്ളതായിരിക്കും.
അപ്പോൾ ഈ ഗ്രൂവുകളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ അടിഞ്ഞ് കേടുവരുന്നതിനുള്ള സാധ്യത കൂടും. ഈ പിറ്റ് ആൻഡ് ഫിഷർ സീലിംഗ് എന്ന് പറയുമ്പോൾ ഈ ഗ്രൂവുകളുടെ ആഴം കുറച്ച് കുട്ടിക്ക് ചവയ്ക്കുന്നതിന് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഈ ഗ്രൂവുകളുടെ ആഴം കുറയ്ക്കുന്നതോടുകൂടി ഭക്ഷണ പദാർത്ഥങ്ങൾ പല്ലിൻ്റെ പുറത്ത് അടിഞ്ഞുകൂടുന്നതിനുള്ള സാഹചര്യം ഒഴിവാകുകയും പല്ല് കേടാകാനുള്ള സാഹചര്യം ഒഴിവാകുകയും ചെയ്യും. മറ്റൊന്ന് ഹാബിറ്റ് ബ്രേക്കിംഗ്, അതായത് ശീലങ്ങളെ പ്രതിരോധിക്കാനുള്ള അപ്ലയൻസുകളാണ് മറ്റൊരു പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റിൽ പെടുന്നത്. കുട്ടികൾ പലപ്പോഴും കുട്ടിക്കാലത്ത് പല ഹാബിറ്റുകളും ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതായത് വിരൽ വായിലിട്ട് കടിക്കുക, നഖം കടിക്കുക, നാക്ക് പുറത്തേക്ക് തള്ളുക, വാ തുറന്നു വെച്ചോടെ ഉറങ്ങുക, അങ്ങനെ പല ഹാബിറ്റുകളും പല കാലഘട്ടങ്ങളിലും ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് ദന്തക്രമീകരണം, അതായത് പല്ല് പൊങ്ങുക, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ആ ദന്തക്രമീകരണ കുട്ടിയുടെ വളർന്നു വരുന്ന ദന്ത നിരകൾക്ക് ഉണ്ടാകും. ഇത് വരാതെ തടയുന്നതിന് ഈ ഹാബിറ്റ് ബ്രേക്കിംഗ് അപ്ലയൻസുകൾ വളരെ നല്ലതാണ്. ഇത് ഒരു പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റിൽ ഭാവിയിൽ ഉണ്ടാകാനുള്ള കുഴപ്പങ്ങൾ തടയുന്നതിനുള്ള ഒരു ചികിത്സാ രീതിയാണ്. മറ്റൊന്ന് മയോ ഫങ്ഷണൽ അപ്ലയൻസുകളാണ്. ചില കുട്ടികളുടെ വളരുന്ന പ്രായം, അതായത് ആ ഒരു സാഹചര്യത്തിനെ മുതലെടുത്തുകൊണ്ട് കുട്ടികളുടെ മുഖത്തിൻ്റെ ഷേപ്പ് ക്രമീകരിക്കാൻ പല ഹാബിറ്റ് ബ്രേക്കിംഗ് അപ്ലയൻസുകളുമുണ്ട്. ഇതൊക്കെ ഒരു ദന്ത ഡോക്ടറെ കണ്ട് ആ സമയബന്ധിതമായ ചെക്കപ്പുകളിൽ കൂടി മാത്രമേ ഇതൊക്കെ കുട്ടിക്ക് ആവശ്യമുണ്ടോ, ഇത് ചെയ്താൽ ഭാവിയിലേക്ക് മറ്റു കുഴപ്പങ്ങൾ തടയാൻ കഴിയുമോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.